ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനിവിടെ ശരവണ ഭവൻ സ്റ്റൈലിൽ ചന മസാലയാണ് കാണിക്കുന്നുള്ളത്. എങ്ങനെയെന്ന് കണ്ടു നോക്കാം. 1 കപ്പ് വെള്ളക്കടല 8 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ളതായിരുന്നു. ഇത് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. കടല കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ടതിന് ശേഷം 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 5 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. കടല വെന്ത് വരുന്ന സമയത്തിനുള്ളിൽ ഒരു പാനിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും ഇട്ട് കൊടുത്ത് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. തേങ്ങയുടെ കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് ചൂടായി വന്നതിന് ശേഷം സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു 15 കാഷ്യൂനട്ടാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി തേങ്ങയുടെ ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തേങ്ങയുടെ ചൂടാറിക്കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കുന്ന സമയത്തിനുള്ളിൽ ഇവിടെ കടല നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം വേറൊരു പാത്രം വെച്ച് ചൂടായപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 4 ഏലക്ക, ഒരു തക്കോലം, ഒരു കഷ്ണം പട്ട ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ വിട്ടുപോയതാണ്. അതിനുശേഷം ഒരു വലിയ സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാള ഒന്ന് നന്നായി വഴറ്റി കൊടുക്കണം. സവാള വഴന്നു വന്നാൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷമാണ് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഞാനിവിടെ 2 തക്കാളി അരച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ തക്കാളി അരച്ചതും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. കാരണം തക്കാളിയുടെ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ തക്കാളിയുടെ വെള്ളമൊക്കെ ഇവിടെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടല വെള്ളത്തോട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് തിളച്ച് വരുന്ന സമയത്തിനുള്ളിൽ തേങ്ങ നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ചെടുത്ത തേങ്ങ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടലയിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കടല വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കസൂരി മെത്തിയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.